ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പുതിയ ഥാർ റോക്സ് അഥവാ ഥാർ 5 ഡോറിൻ്റെ ഏറ്റവും വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റുന്ന വേരിയൻസിനെ പറ്റിയാണ്. വേരിയൻസ് എന്ന് പറയാനുള്ള കാരണം രണ്ട് വേരിയൻസ് ഉണ്ട് സെയിം പ്രൈസ് പോയിന്റിൽ വരുന്ന. ഒന്ന് MX5 ആണ്, അതുപോലെ തന്നെ അടുത്ത് AX3 ആണ്. ഇതിൽ രണ്ട് വേരിയൻസിലും യൂണീക്കായിട്ട് നിൽക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന MX5 ആണ്, കാരണം എക്സ്റ്റീരിയറിൽ കാണാൻ കുറച്ചുകൂടെ നല്ലത് MX5 ആണ്. അത് നിങ്ങൾക്ക് ഞാൻ ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നമുക്കിപ്പം സ്റ്റാർട്ടിങ്ങിൽ എക്സ്റ്റീരിയറിൽ MX5 വെച്ച് തുടങ്ങാം. സോ ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ MX5 വേരിയൻറ്റിൽ നമുക്ക് LED DRLs കിട്ടുന്നുണ്ട്, അതുപോലെ LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് കിട്ടുന്നുണ്ട്, താഴത്തെ LED ഫോഗ് ലാംപ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബമ്പറിലേക്ക് വരുമ്പോഴേക്കും സിൽവർ സ്കിഡ് പ്ലേറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. സൈഡ് ഇൻഡിക്കേറ്റേഴ്സും LED പ്രൊജക്ടർ ലൈറ്റ്സും ഒക്കെ നമുക്ക് ബേസ് മോഡൽ മുതൽ കിട്ടുന്നതാണ്. പക്ഷേ നിങ്ങൾ AX3 Lലോട്ട് വരികയാണെങ്കിൽ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ അകത്ത് LED DRLs കിട്ടുന്നില്ല, താഴത്തെ LED ഫോഗ് ലാംപ്സ് വരുന്നില്ല, അതുപോലെ തന്നെ ബമ്പറിലുള്ള സിൽവർ സ്കിഡ് പ്ലേറ്റ്സും ഉണ്ടാകുന്നതായിരിക്കില്ല. അതായത് ഫ്രണ്ട് ഡിസൈൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ MX5 വേരിയൻറ്റ് കാണുന്ന സമയത്ത് നല്ല പക്ക ടോപ്പ് ആൻഡ് വണ്ടിയുടെ ലുക്ക് കിട്ടും. AX3 മോഡൽ കാണുന്ന സമയത്ത് ഒരു ബേസ് മോഡൽ വാഹനത്തിൻ്റെ ലുക്കായിരിക്കും കിട്ടുന്നത്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിലും അങ്ങനെ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട്. MX5 മോഡൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് 18-inch അലോയ് വീൽസ് ആണ് കിട്ടുന്നത്, 5 സ്പോക്ക് വീൽസ് ആണ് വരുന്നത്. ഓൾമോസ്റ്റ് 3 ഡോർ ഥാറിൽ കിട്ടുന്നതിൻ്റെ ഒരു ഡ്യുവൽ ടോൺ അല്ലെങ്കിൽ ഒരു മെഷീൻ കട്ടൊക്കെ വരുന്ന അലോയ് വീൽസ് പോലത്തെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ സെയിം ആണ്, 255 ആണ്, പക്ഷേ പ്രൊഫൈൽ കുറച്ച് കൂടുതലാണ്. 65 ആണ് ഇതിൻ്റെ പ്രൊഫൈൽ വരുന്നത്. 19-inch അലോയ്സ് നമുക്ക് ടോപ്പ് എൻഡിലേക്ക് കിട്ടുന്നതിന് പ്രൊഫൈൽ 60 ആണ് വരുന്നത്. എന്തായാലും 18-inch ആയതുകൊണ്ട് തന്നെ അലോയ്സ് കാണാനൊക്കെ അത്യാവശ്യം രസമുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ സെയിം ആണ്. അതായത് ORVMs നമുക്ക് ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡോർ ഹാൻഡിൽസിൽ ബ്ലാക്ക് ആണ് വരുന്നത്. പിന്നെ റിയർ ഡോർ ഹാൻഡിൽസ് സി പില്ലർ മൗണ്ടഡ് ആണ്. നമ്മുടെ സി പില്ലറിൽ കുറച്ച് കർവ്ഡ് ആണ്, ക്വാർട്ടർ ഗ്ലാസ് ഏരിയ ഒക്കെ വരുന്നത്. ഇതിനകത്ത് AX3 മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റീൽ വീൽസ് ആണ് വരുന്നത്. അതെ, അതിൻ്റെ അകത്ത് അലോയ് വീൽസ് അവൈലബിൾ അല്ല, പകരം 18-inch സ്റ്റീൽ വീൽസ് ആയിരിക്കും കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് ആ വണ്ടി എടുത്തിട്ട് അതിൻ്റെ അകത്ത് അലോയ്സ് കയറ്റാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ടയർ മാറ്റാതെ ഇടണമെങ്കിൽ നിങ്ങൾ 18-inch തന്നെ ഇടണം. ഇനി 18-inch അലോയ് വീൽസ് ഇടുകയാണെങ്കിൽ അതത്ര ചീപ്പായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന അലോയ്സ് അല്ല. പെർ പീസ് ചിലപ്പോൾ ഒരു 15,000 ഒക്കെ റേറ്റ് വന്നു എന്ന് ഇരിക്കാം. 15,000 എന്ന് പറയുന്നത് ചിലപ്പോൾ മിനിമം ആണ്. നിങ്ങൾക്ക് കമ്പനി ഫിറ്റഡ് അലോയ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൽ എക്സ്പെൻസീവ് ആയിട്ട് പോവാം. അത് നിങ്ങൾ ഏത് അലോയ്സ് എടുക്കുന്നു എന്നൊക്കെ അനുസരിച്ചിരിക്കും. എന്തായാലും ടയർ മാറ്റേണ്ട ആവശ്യമില്ല, അതില്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ MX5 മോഡലിൽ അലോയ്സ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതാണ് സൈഡ് പ്രൊഫൈലിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. രണ്ട് വേരിയൻസിലും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ORVMs ഉണ്ട് കേട്ടോ. റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് രണ്ട് വേരിയൻസിലും ബാക്കിൽ വൈപ്പറും മോസ്റ്ററും ഡിഫോഗറും പരിപാടികളൊക്കെ അവൈലബിൾ ആണ്. ആകപ്പാടെ MX1 മാത്രമേ റിയർ വൈപ്പർ ഒന്നും ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാത്തിലും ഉണ്ട്. പിന്നെ ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ അതൊക്കെ സെയിം ആണ്. നമുക്ക് LED ടെയിൽ ലാംപ്സ്, അതുപോലെ LED സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് അതൊക്കെ ബേസ് മോഡൽ മുതൽ സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ ഈ വേരിയൻറ്റ് MX5 നമുക്ക് താഴത്തായിട്ട് സിൽവർ സ്കിഡ് പ്ലേറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈലിൻ്റെ ഡിസൈൻ വരുന്നത്. പിന്നെ ഇതിനകത്ത് ബാക്കിൽ സ്പെയർ വീലിന് ഒരു കവർ അവർ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എല്ലാ വേരിയൻസിലും കണ്ടില്ല. ഇതിപ്പോൾ MX5 വേരിയൻ്റ് ആണ്, ഇതിൻ്റെ അകത്താണ് ഇങ്ങനെ ഒരു കവർ ഞാൻ കണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ രണ്ട് വേരിയൻസിൻ്റെയും എക്സ്റ്റീരിയർ ഡിസൈൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് നമ്മൾ AX3 ഇത്ര കഷ്ടപ്പെട്ട് എടുക്കുന്നത്, MX5 എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ അഡീഷണൽ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ടല്ലോ എന്ന്. പിന്നെ രണ്ട് വണ്ടികളിലും നമുക്ക് കോമൺ ആയിട്ട് വരുന്നൊരു സംഭവമാണ് സിംഗിൾ പെയിൻ സൺറൂഫ്. അത് ടോപ്പ് എൻഡിൽ മാത്രം, അതായത് AX7L മാത്രമാണ് നമുക്ക് പാനോറാമിക് സൺറൂഫ് ഒക്കെ കിട്ടുന്നത്. ബാക്കി നിങ്ങൾ വേരിയൻസ് എടുക്കുകയാണെങ്കിൽ സൺറൂഫ് ഉള്ള മോഡലാണെങ്കിൽ അത് സിംഗിൾ പെയിൻ സൺറൂഫ് ആയിരിക്കും. ഇനി ഇൻറ്റീരിയറിലോട്ട് വരുമ്പോഴാണ് കഥ മാറുന്നത്. നമുക്ക് ഇതിനകത്ത് MX5ലോട്ട് വരുമ്പോഴേക്കും കുറച്ച് ഫീച്ചേഴ്സ് അകത്ത് മിസ്സിംഗ് ആണ്. അതിലാദ്യം തന്നെ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അല്ല എന്നുള്ളത്. AX3L നമുക്ക് ഇതിൻ്റെ അകത്ത് 10.25 ഇഞ്ചസിൻ്റെ ഡിജിറ്റൽ ഡിസ്പ്ലേ അവൈലബിൾ ആണ്, അതായത് ഡ്രൈവറിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ബാക്കി ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ രണ്ട് വാഹനങ്ങളിലും നമുക്ക് 10.25 ഇഞ്ച് തന്നെയാണ് വരുന്നത്. രണ്ടെണ്ണത്തിനകത്തും വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്. പക്ഷേ കാർപ്ലേ MX5 വയർഡ് ആണ്. AX3Lൻ്റെ അകത്ത് നമുക്കത് വയർലെസ് ആയിട്ട് കിട്ടുന്നുണ്ട്. സൈസൊക്കെ എന്തായാലും ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് സെയിം ആണ്. MX5ലോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ സെമി ഡിജിറ്റലാണ് കിട്ടുന്നത്. നടുവിൽ ചെറിയൊരു MIDയും ബാക്കി സാധനങ്ങളെല്ലാം നമ്മുടെ സാധാരണ അനലോഗ് ഗേജസ് ഉണ്ടല്ലോ അതാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും എല്ലാം അനലോഗ് ആണ്. ബാക്കി ഡോർ പാഡ്സിൻ്റെ ഡിസൈനൊക്കെ സെയിം ആണ്. അതായത് നമുക്ക് 4 പവർ വിൻഡോസ് ഉണ്ട്, അതുപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ORVMസിൻ്റെ കൺട്രോൾസ് ഉണ്ട്. പിന്നെ അകത്തോട്ട് വരുമ്പോഴേക്കും ക്രോം ഡോർ ഹാൻഡിൽസ് ആണ് നമുക്ക് MX5ൻ്റെ അകത്തൊക്കെ കിട്ടുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കോമൺ ആണ്. പിന്നെ വേറൊരു വലിയ വ്യത്യാസം വരുന്നത് നമുക്ക് MX5 ഓട്ടോ AC അവൈലബിൾ അല്ല എന്നുള്ളതാണ്. പക്ഷേ AX3L എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഓട്ടോ AC അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ അവർ 65 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്, ഒരു USB പോയിന്റ്. പക്ഷേ ഇതിൻ്റെ അകത്ത് അതില്ല. 15 വാട്ട്സിൻ്റെ സാധാരണ നമ്മുടെ ചാർജിങ് സോക്കറ്റ് മാത്രമേ ഇതിൻ്റെ അകത്ത് കിട്ടുന്നുള്ളൂ. ഇനി അടുത്ത ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് MX5ലോട്ട് വരുമ്പോഴേക്കും സ്റ്റിയറിംഗ് വീല് ലെതർ റാപ്ഡ് ആണ്, പക്ഷേ AX3 സാധാരണ സ്റ്റിയറിംഗ് വീലാണ്. പിന്നെ ക്രൂസ് കൺട്രോൾ, സ്റ്റിയറിംഗ് മോഡൽ കൺട്രോൾസ്, അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്
സ്റ്റാർട്ട്, വയർലെസ് ചാർജിങ് പാഡ്, ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം കോമൺ ആണ്. പിന്നെ നമ്മുടെ സിംഗിൾ പെയിൻ സെൻട്രൽ പെയിൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഓട്ടോ ഡിമിങ് എയർ വിംസ് 2 വേരിയൻസിലും വരുന്നുണ്ട്. പിന്നെ നമുക്ക് റൂഫിൽ ക്യാബിൻ ലാമ്പ് ഉണ്ട്. ഈ സാധനങ്ങളെല്ലാം കോമൺ ആണ് കേട്ടോ. വേറൊരു ഡിഫറൻസ് വരുന്നത് സ്പീക്കേഴ്സിൻ്റെ കാര്യത്തിലാണ്. നമുക്ക് MX5 അകത്ത് 6 സ്പീക്കേഴ്സാണ് കിട്ടുന്നത്. അതായത് 4 സ്പീക്കേഴ്സ് പ്ലസ് 2 ട്വീറ്റേഴ്സിൻ്റെ. പക്ഷേ AX3Lലേക്ക് വരുമ്പോഴേക്കും 4 സ്പീക്കേഴ്സ് മാത്രമാണ് അതിൻ്റെ അകത്ത് കിട്ടുന്നത്. പിന്നെ MX5 നമുക്ക് ലെതററ്റ് അപ്ഹോൾസ്റ്ററി സീറ്റ്സിൻ്റെ കാര്യത്തിൽ കിട്ടുന്നുണ്ട്. ഡാഷ്ബോർഡിലൊന്നും അവർ അങ്ങനെ വേറെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒന്നും ഒരു വേരിയൻറ്റിലും കൊടുത്തിട്ടില്ല. അതായത് ഈ 2 വേരിയൻസിൽ കൊടുത്തിട്ടില്ല. ടോപ്പ് എൻഡ്സിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഇത്തരത്തിൽ നമുക്കിപ്പം ലെതററ്റ് അപ്ഹോൾസ്റ്ററിയുള്ള സീറ്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് MX5 ഉള്ളൂ. AX3Lലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അവിടെ ഫാബ്രിക് സീറ്റ്സ് ഒക്കെയാണ് കിട്ടുന്നത്. പിന്നെ ബാക്കിൽ നമുക്ക് റിയർ ആം റെസ്റ്റ്, അതുപോലെ ഫ്രണ്ടിൽ ആം റെസ്റ്റ്, ബാക്കിൽ AC വെൻസ്, ബാക്കിൽ ചാർജിങ് പോയിന്റ്, 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് ബാക്കിൽ, പിന്നെ 4 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ. ബാക്കിലേക്ക് വരികയാണെങ്കിൽ നടുവിലത്തെ പാസഞ്ചറിന് ഫിക്സഡ് ഹെഡ് റെസ്റ്റ്. ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം തന്നെ 2 വേരിയൻസിലും കോമൺ ആണ്. ഇതാണ് നമുക്കിപ്പം ഇതിൻ്റെ അകത്തൊക്കെ ബേസിക് ആയിട്ട് പറയാൻ പറ്റുന്ന ഫീച്ചേഴ്സിൻ്റെ വ്യത്യാസങ്ങൾ. പിന്നെ AX3Lലേക്ക് നമുക്ക് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് കൂടെ കിട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. അത് നമുക്ക് MX5 അവൈലബിളേ അല്ല. അതിന് പകരം സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ കൂടുതൽ കിട്ടുന്നു എന്നുള്ളത് പറയുമ്പോൾ AX3L അത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അതുപോലെ അഡ്രീനോക്സ് കണക്റ്റഡ് കാർടെക് 80+ കണക്റ്റഡ് ഫീച്ചേഴ്സാണ് മഹീന്ദ്ര പറയുന്നത്. അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ 1 വർഷത്തേക്ക് ഫ്രീ ആയിട്ട് അവർ കൊടുക്കുന്നുള്ളൂ. പക്ഷെ എന്തായാലും നമുക്കത് ആകെപ്പാടെ കിട്ടുന്നത് AX3Lലാണ്. MX5 അതും അവൈലബിൾ അല്ല. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് അവർ MX5 അതുപോലെ AX3L എന്ന് പറയുന്ന 2 ഫീച്ചേഴ്സ് ഇറക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ MX5 നിങ്ങൾ കാണുന്ന 7 കളർ ഓപ്ഷൻസ് ആണ് ഇപ്പോൾ വരുന്നത്. അത് എഗൈൻ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ പവർ ട്രെയിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും MX5 എടുക്കണോ AX3L എടുക്കണോ എന്നുള്ളത്. എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയും MX5 ആണ് കുറച്ചും കൂടെ വാല്യൂ ഫോർ മണി എന്ന്. നമ്മളിപ്പം ജസ്റ്റ് ഫീച്ചേഴ്സ് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അകത്തോട്ട് വരുമ്പോഴേക്കും AX3L കുറച്ച് പ്രീമിയം ആണ് നമുക്ക്. കാരണം അഡീഷണൽ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. ഈവൻ അഡാസ് വരെ കിട്ടുന്നുണ്ട്. സെയിം പ്രൈസ്. അതിപ്പോൾ ഞാൻ ഈ 2 വേരിയൻസ് തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള കാരണം സെയിം പ്രൈസ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു കമ്പാരിസൺ തന്നെ ചെയ്യില്ലായിരുന്നു. ഇനി അതവിടെ നിൽക്കട്ടെ, നമുക്ക് എഞ്ചിൻ ഓപ്ഷൻസ് നോക്കാം. ഇതിൻ്റെ അകത്ത് AX3L എന്ന് പറയുമ്പോൾ ആകെ ഒരൊറ്റ എഞ്ചിനാണ് അതിൻ്റെ അകത്ത് കിട്ടുന്നത്. അതാണ് 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ. അത് മാനുവൽ മാത്രമേ കിട്ടുന്നുള്ളൂ. AX3L നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടുന്നില്ല. പിന്നെ റിയർ വീൽ ഡ്രൈവ് ആണ് AX3L എന്ന് പറയുന്നത്. ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അതിൻ്റെ പവർ നിങ്ങൾക്കറിയാം, നമുക്ക് കിട്ടുന്നത് 152 PS പവറും അതുപോലെ 330 Nm ടോർക്കുമാണ്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. ഇവിടെ നമ്മൾ MX5 എടുക്കുകയാണെങ്കിലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് പെട്രോൾ മാനുവൽ, പെട്രോൾ ഓട്ടോമാറ്റിക്, ഡീസൽ റിയർ വീൽ ഡ്രൈവ് മാനുവൽ, റിയർ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്, അതുപോലെ തന്നെ 4 വീൽ ഡ്രൈവും നമുക്ക് ഈ പറയുന്ന MX5 മോഡൽ മുതൽ അവൈലബിൾ ആണ്. 4 വീൽ ഡ്രൈവ് എന്ന് പറയുമ്പം ആകെപ്പാട് മാനുവൽ മാത്രമേ ഉള്ളൂ ഡീസലിൽ. ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ AX5L അല്ലെങ്കിൽ AX7L ഒക്കെ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ 4 വീൽ ഡ്രൈവ് ഏറ്റവും എൻട്രി ലെവൽ മോഡൽ വേണമെന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടി ഉള്ളതാണ് ഈ പറയുന്ന MX5 മോഡൽ. ഇതിൻ്റെ അകത്ത് ഇത്രയും ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പ്രൈസിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ 16.49 lakhsലാണ് പെട്രോൾ മാനുവൽ റിയർ വീൽ ഡ്രൈവിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ പെട്രോൾ ഓട്ടോമാറ്റിക് റിയർ വീൽ ഡ്രൈവ് നോക്കുകയാണെങ്കിൽ 17.99 lakhs ആണ് വരുന്നത്. ഇനി ഡീസൽ മാനുവൽ റിയർ വീൽ ഡ്രൈവ് നോക്കുകയാണെങ്കിൽ 16.99 lakhs, ഡീസൽ ഓട്ടോമാറ്റിക് റിയർ വീൽ ഡ്രൈവ് 18.49 lakhs. ഇത്രയാണ് ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രൈസ്. ഇതിലിപ്പോൾ പറയാത്തൊരു പ്രൈസ് ഡീസൽ മാനുവൽ 4 വീൽ ഡ്രൈവിൻ്റെ ആണ്. പക്ഷെ അത് നമുക്ക് AX3L അവൈലബിൾ അല്ല. AX3L ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം ഡീസൽ മാനുവൽ റിയർ വീൽ ഡ്രൈവ് ആ ഒറ്റ വേരിയൻ്റ് ഉള്ളൂ. 16.99 lakhs ആണ് എൻ്റെ പ്രൈസ് വരുന്നത്. ഇതിനകത്ത് MX5Lൻ്റെയും AX3Lൻ്റെയും ഡീസൽ മാനുവൽ റിയർ വീൽ ഡ്രൈവിൻ്റെ പ്രൈസ് എക്സാക്ട്ലി സെയിം ആണ്, 16.99 lakhs. അതാണ് അവിടെ ഒരു പ്രൈസ് ക്ലാഷ് വരുന്നതായിട്ട് നമ്മൾ പറഞ്ഞത്. പിന്നെ MX5 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ പവറിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ പെട്രോൾ മാനുവലാണ് എടുക്കുന്നതെങ്കിൽ 162 PS പവർ, അതുപോലെ തന്നെ 330 Nm ടോർക്കാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്കിൽ നമുക്ക് 177 PS പവറും അതുപോലെ 380 Nm ടോർക്കും അവൈലബിൾ ആണ്. ഡീസലിൽ പിന്നെ മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും റിയർ വീൽ ഡ്രൈവ് മോഡൽസിൻ്റെ പവർ സെയിം ആണ്, 152 PS 330 Nm. ഈവൻ നിങ്ങൾ 4x4 എടുക്കുകയാണ്, അത് മാനുവൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെയും പവർ സെയിം ആണ്, 152 PS 330 Nm. ഡീസൽ നമുക്ക് മാക്സിമം പവർ കിട്ടുന്ന AX7L AX5L ഒക്കെയാണ്. അതിൻ്റെ അകത്താണ് നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡിൽ 4 വീൽ ഡ്രൈവ് കിട്ടുന്നത്. അതായത് 4 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഡീസലിൽ നമുക്ക് 175 PS പവറും 370 Nm ടോർക്കും കിട്ടുള്ളൂ. ഇതാണിപ്പോൾ എനിക്കിതിൽ പേഴ്സണലി വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയൊരു വേരിയൻറ്റ് MX5. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ വേറെ പറയാനുണ്ട്. നിങ്ങളിപ്പം ഡീസൽ ഓട്ടോമാറ്റിക് റിയർ വീൽ ഡ്രൈവ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ AX5Lലോട്ട് ചാടുന്നതുകൊണ്ട് പ്രശ്നമില്ല. 50,000 ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അത് ടോട്ടലി വർത്തി ആയിട്ടുള്ളൊരു അപ്ഗ്രേഡ് ആയിരിക്കും. കാരണം നേരത്തെ പറഞ്ഞ MX5 മിസ്സിംഗ് ആയിട്ടുള്ള AX3യിലുള്ള കുറച്ച്
പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം AX5L നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അത് നിങ്ങൾ ആ ഒരൊറ്റ വേരിയൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ മുകളിലേക്ക് ചാടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആണ്. AX7Lലോട്ട് പോകേണ്ടി വരും. അതിന് ബഡ്ജറ്റ് നന്നായിട്ട് ഇൻക്രീസും ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾ ഡീസൽ മാനുവൽ വീൽ ഡ്രൈവ് ആണ് നോക്കുന്നതെങ്കിൽ അതിൽ ഏതെടുക്കണം എന്നുള്ള ചോദ്യം ടോട്ടലി നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് യൂസ്ഫുൾ ആയിട്ട് ഡെയിലി തോന്നുന്നത് എന്നൊക്കെ ആലോചിച്ച് നോക്കി തീരുമാനിച്ചാൽ മതി. എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് പ്രൈസ് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു താല്പര്യത്തിനനുസരിച്ച് ഞാൻ ഏതെങ്കിലും ഒരു വേരിയൻറ്റ് പറഞ്ഞ് നിങ്ങളതെടുത്തോ എന്ന് പറയുന്നതിൽ കാര്യമല്ലോ. കാരണം രണ്ടും സെയിം പ്രൈസ് ആണ്. രണ്ടിനും ഫീച്ചേഴ്സിനും അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട്. ഒന്ന് കൂടുതൽ എക്സ്റ്റീരിയർ ഡിസൈൻ ഫോക്കസ് ചെയ്യുന്നു, മറ്റത് കൂടുതലും ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് ഫോക്കസ് ചെയ്യുന്നു. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യാം. പ്രത്യേകിച്ച് താർ റോക്സിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ആദ്യം കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.